തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചൽ പഞ്ചായത്തിൽ തെരുവുനായ ആക്രമണം. ചായക്കുളത്തും വീരണക്കാവിലും 8 പേരെയാണ് തെരുവുനായ ആക്രമിച്ചത്. കടിയേറ്റവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി ആഷിഖാണ് ചേരുന്നത്. ആഷിഖ്, ഇത് എവിടെയാണ് സംഭവം? എത്ര പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്? അഞ്ജലി, കാട്ടാക്കടയിലെ 2 സ്ഥലങ്ങളിലായിട്ടാണ് തെരുവുനായ ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചായക്കുളം വാർഡിലും അതുപോലെ വീരണക്കാവ് വാർഡിലും, ഈ 2 വാർഡുകളിലുമായിട്ടാണ് 8ഓളം പേർക്ക് ഇന്ന് കടിയേറ്റിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗം ആളുകളും പ്രായമുള്ളവരാണ് എന്നുള്ളതാണ്. വീരണക്കാവ് നവജ്യോതി നഗർ സ്വദേശികളായ കൃഷ്ണൻകുട്ടി, ഓമന അമ്മ, കുട്ടൻപിള്ള, ഗോപാലകൃഷ്ണൻ, അതുപോലെ ചായക്കുളം വാർഡിൽ അശ്വതി, തുളസീധരൻ നായർ, വിക്രമൻ നായർ, മോഹനൻ, ഇങ്ങനെ 8 പേർക്കാണ് കടിയേറ്റുള്ളത്. ഇതിൽ ഭൂരിഭാഗം ആളുകളും 60 വയസ്സിനോ 70 വയസ്സിനോ മുകളിൽ പ്രായമുള്ളവരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് ഓമന എന്ന അമ്മയുടെ ദൃശ്യങ്ങളാണ്. അവർക്ക് മുഖത്തും കയ്യിലും കാലിലുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ തെരുവുനായ ആക്രമിച്ചതിനെ തുടർന്ന് അവരെ കടിച്ച ശേഷം അവർ നിലത്ത് വീണ് ഉരുണ്ടു എന്നും പറയുന്നുണ്ട്. അതിന് ശേഷം അത്യാവശ്യം കാര്യമായ പരിക്ക് ഈ ഓമനമ്മ കേട്ടിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 4:30യോടെയാണ് ഈ ആദ്യം തെരുവുനായ ആക്രമിക്കുന്നത്. ഒരു തെരുവുനായാണ് ആക്രമിച്ചതെന്നാണ് പറയുന്നത്. ശേഷം അത് പല സ്ഥലങ്ങളിലേക്ക് പോയി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ആക്രമിച്ചു. ഇത്തരത്തിൽ 7 മണി വരെ 8ഓളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവരെല്ലാവരും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതി കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ആ പ്രദേശത്ത് വലിയൊരു ഭീതി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ പേരെ ഇത്തരത്തിൽ ആക്രമിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യമടക്കം എന്തായാലും പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഗുരുതരമായ പരിക്കാണ്. പലർക്കും മുഖത്തും കൈയും കാലിലും എല്ലാം വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഇപ്പോൾ ചികിത്സയിലാണ്. വലിയ ഗുരുതരമായ പരിക്ക് അല്ലെങ്കിൽ പോലും വലിയ രീതിയിൽ ആഴത്തിലുള്ള മുറിവ് പലർക്കും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.